നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ട കൊലക്കേസിൽ മുഖ്യപ്രതികളെല്ലാം പിടിയിലായെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 പ്രതികളെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പിടിയിലായ പ്രതികൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേസന്വേഷണം ഐജി ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലുള്ള സംഘം ഉടൻ ഏറ്റെടുക്കും. അതേസമയം അന്വേഷണ സംഘത്തെക്കുറിച്ച് കോൺഗ്രസിന് വിയോജിപ്പാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 5 പ്രതികളെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി മാർച്ച് 8 വരെ റിമാൻഡ് ചെയ്തു. ഇവരെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് തിങ്കളാഴ്ച അപേക്ഷ നൽകും. സുരേഷാണ് കൃപേഷിനെ ആദ്യം വെട്ടിയതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണ് പീതാംബരൻ സുഹൃത്തുക്കളെ സംഘടിപ്പിച്ചത്. തെളിവെടുപ്പിൽ 2 വാളുകൾ കൂടി പോലീസ് കണ്ടെടുത്തു. പാക്കം വെളുത്തോളിയിലെ തോട്ടിൽ നിന്നും കത്തിച്ച വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. സമീപത്തെ തെങ്ങിൻ തോപ്പിൽ നിന്നും ഒരു ഷർട്ടും കണ്ടെടുത്തു. കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്രതികൾ കത്തിച്ചതായി പോലീസ് വ്യക്തമാക്കി. മുഖ്യപ്രതികൾ എല്ലാം പിടിയിലായെന്നും അന്വേഷണം പുതിയ സംഘത്തിന് ഉടൻ കൈമാറുമെന്നും ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി പി പ്രദീപ് കുമാർ വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൈമാറ്റം ചെയ്യപ്പെട്ട അവർ അടുത്ത ദിവസം വന്നിട്ട് ചാർജ് ഏറ്റെടുക്കും. ഇതിന്റെ അന്വേഷണം ഇതുവരെയുള്ള അന്വേഷണം നമ്മളത് പൂർത്തിയാക്കി. അതേസമയം കേസ് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഐജി ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ കോൺഗ്രസ് നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. പുതിയ സംഘം കേസ് അന്വേഷിച്ചാൽ തെളിയില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. വളരെ പ്രശസ്തമായ നമ്മുടെ പോലീസ് സേനയ്ക്ക് ആ 3 അക്ഷരത്തിന് അപമാനം വരുത്തിവെച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീമാൻ ശ്രീജിത്ത്. ഇവിടെ ഒരു DGPയുടെ ആവശ്യമില്ല. അതിന് പകരം റോബോട്ട് DGP ആയാൽ ഇതിനേക്കാൾ നല്ല നിലയിൽ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കേസന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ന്യൂസ് 18 കണ്ണൂർ. പെരിയ ഇരട്ട കൊലക്കേസ് അന്വേഷണമാണ് ചർച്ചാ വിഷയം. ഐജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം കേസ് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. ശ്രീജിത്തിന്റെ നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. പുതിയ സംഘം അന്വേഷിച്ചാൽ തെളിയില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മുഖ്യപ്രതികളെല്ലാം പിടിയിലായെന്ന് ഇപ്പോഴത്തെ അന്വേഷണ സംഘം പറയുന്നു. ന്യൂസ് അജണ്ടയിൽ പ്രതികളെല്ലാം പിടിയിലായെങ്കിൽ പിന്നെന്തിന് ക്രൈംബ്രാഞ്ച്? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471661588. ചോദ്യമൊരിക്കൽ കൂടി: പെരിയ ഇരട്ട കൊലക്കേസിൽ പ്രതികളെല്ലാം പിടിയിലായെങ്കിൽ പിന്നെന്തിന് ക്രൈംബ്രാഞ്ച് അന്വേഷണം? അക്രമ രാഷ്ട്രീയത്തിനെതിരെ LDF പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് തുടക്കമിടുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഷ്ട്രീയ രംഗത്ത് പുതിയ സംസ്കാരം ഉണ്ടാകണമെന്നും അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും കേരള സംരക്ഷണ യാത്രയിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അക്രമരാഷ്ട്രീയത്തിനെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നതായിരുന്നു കോടിയേരിയുടെ പ്രസംഗം. അക്രമരാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും പുതിയ സംസ്കാരം ഉണ്ടാകണമെന്നും പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. LDF പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണെന്നും കോടിയേരി വ്യക്തമാക്കി. സമാധാനമില്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും എവിടെയും ചർച്ചാ വിഷയമാകില്ല. നമ്മുടെ ശരിയായ രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്യപ്പെടില്ല. അതോടെ രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് CPIM ഇത്തരമൊരു നിലപാട് പരസ്യമായി സ്വീകരിച്ചത്. NSSനെതിരെ വിമർശനവും കോടിയേരി നടത്തി. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചൊരു സംഘടനയായിരുന്നു NSS. ഇപ്പോൾ NSS സ്വീകരിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അന്നത്തെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി NSS നിലപാട് മാറിയത്? പുന്നപ്രവയലാർ സമരത്തിന് NSS എതിരായിരുന്നു. പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ NSSന്റെ നേതൃത്വവും സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് വസ്തുത. എപ്പോഴെല്ലാം സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അത്തരം മാറ്റങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. യാഥാസ്ഥികർ എപ്പോഴും പുരുഷ മേധാവിത്വപരമായ നിലപാട് സ്വീകരിക്കും. സ്ത്രീ പുരുഷ സമത്വത്തിനെതിരായിരിക്കും. നേരത്തെ പുന്നപ്രവയലാർ സമരത്തെ എതിർത്തവരാണ് NSS എന്നും യാഥാസ്ഥിതികവാദികൾ സാമൂഹ്യ പുരോഗതിക്ക് എതിരായി നിൽക്കുന്നവരാണെന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് ഓർക്കണമെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന് പാകിസ്ഥാൻ. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദാണെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. രാജ്യാന്തര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് പാക് നടപടിയെന്നാണ് വിലയിരുത്തൽ.
പുൽവാമ ഭീകരാക്രമണം നടത്തിയ ഭീകരസംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതെന്നാണ് സൂചന. പാക് പഞ്ചാബിലെ ബെഹൽപൂരിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം. ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 700ഓളം പേരുണ്ട്. ക്യാമ്പസിന്റെ നിയന്ത്രണത്തിനായി പ്രത്യേക അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതായും പാകിസ്ഥാൻ സർക്കാർ അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ജെയ്ഷെ മുഹമ്മദാണെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദിനെ പേരെടുത്ത് വിമർശിച്ചു. ഇതോടെ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കാതെ പാകിസ്ഥാന്റെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് തടയാൻ രൂപീകരിച്ച കൂട്ടായ്മയായ FATF പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. തീവ്രവാദ സംഘടനകൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ FATF കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന ഭീഷണിയും പാകിസ്ഥാന് മുന്നിലുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജെയ്ഷെക്കെതിരെയുള്ള പാക് നടപടിയെന്നാണ് വിലയിരുത്തൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് ഉദ്വയ്ക്കെതിരെയും കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടപടി സ്വീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒടുവിൽ രാജ്യാന്തര സമ്മർദ്ദം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം പാക് സർക്കാർ നിയന്ത്രണത്തിലാക്കി. കഴിഞ്ഞ ദിവസം ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് ഉദ്വയ്ക്കെതിരെയും പാക് സർക്കാർ നടപടിയെടുത്തിരുന്നു. ഗത്യന്തരമില്ലാതെയുള്ള പാക് നടപടികൾ ആത്മാർത്ഥമായോ? ന്യൂസ് അജണ്ടയിൽ പാക് നടപടി കണ്ണിൽ പൊടിയിടാനോ? ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന പരോക്ഷ ആവശ്യവുമായി BCCI. ഇക്കാര്യം ഉന്നയിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന് BCCI കത്തയച്ചു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ദുബായിൽ നടക്കുന്ന ICCയുടെ ബോർഡ് മീറ്റിംഗിലും ഉന്നയിക്കും. BCCI CEO രാഹുൽ ജോഹ്രിയാണ് കത്തെഴുതിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായ അവസ്ഥയിലാണെന്നും അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെടുമെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ച ട്രംപ് ഭയാനകമായ സാഹചര്യമെന്നായിരുന്നു ഭീകരാക്രമണത്തെ വിശേഷിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം തുടരുമെന്ന് ധനമന്ത്രി. വായ്പാ പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മാർച്ച് ആദ്യവാരത്തോടെ പ്രതിസന്ധിയിൽ അയവ് വരുമെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. പദ്ധതി പ്രവർത്തനവും അവതാളത്തിൽ. ബില്ലുകൾ മാറി നൽകാത്തതിനാൽ പ്രവൃത്തികൾ നിർത്തിവെക്കുമെന്ന കരാറുകാർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഈ അവസാനത്തെ 3 മാസം ഒരു 6000 കോടി രൂപ വായ്പ എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതിൽ ഒരു 1800 കോടി രൂപ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ മാസങ്ങളിലേക്ക് വെച്ചിരുന്ന ഈ വായ്പ ഇല്ലാതായി. അപ്പം നമ്മളത് കേന്ദ്രത്തിനെ കൊണ്ട് വീണ്ടും അനുവദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, വായ്പ തന്നെ അനുവദിക്കാതിരുന്നു. അതുകൊണ്ട് ജനുവരി മാസം വായ്പ എടുക്കാനേ പറ്റിയില്ല. മാർച്ച് ആദ്യം കൂടുതൽ വായ്പ ലഭിക്കുന്നതോടെ പ്രതിസന്ധിക്ക് അയവ് വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷ മാർച്ച് ആദ്യമാകുമ്പോഴേക്കും ഇത് വീണ്ടും ചർച്ചക്കെടുത്ത് അംഗീകരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർച്ച് മാസത്തിൽ ഈ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാൻ പറ്റും. അതിനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. അത് ആദ്യമായിട്ടൊന്നുമല്ല, എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ എന്തു വന്നാലും ഏപ്രിൽ മാസത്തിൽ അടുത്ത ധനകാര്യ വർഷത്തിലെ വായ്പ ലഭ്യമാകുമ്പോൾ ഇത് മുഴുവൻ കുടിശ്ശികകളും നമുക്ക് തീർക്കാൻ പറ്റും. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപര്യം BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മുൻപിൽ അറിയിച്ച നേതാക്കൾ. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ 5 പേരാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവരുടെ യോഗത്തിൽ നിലപാടറിയിച്ചത്. അമിത്ഷായെ കണ്ട RSS സംസ്ഥാന നേതൃത്വം കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നവരുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ മത്സരിക്കാനുള്ള താൽപര്യം പരസ്യമായി പ്രകടിപ്പിച്ചത്. ആർക്കൊക്കെ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന അമിത്ഷായുടെ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, MT രമേശ്, K സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ തുടങ്ങിയവർ
കൈപൊക്കുകയായിരുന്നു. മറ്റു നേതാക്കൾ മൗനം പാലിച്ചു. RSS സംസ്ഥാന നേതാക്കളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. പ്രാന്തപ്രചാരക് ഹരികൃഷ്ണകുമാർ, പ്രാന്ത സഹകാര്യവാഹുമാരായ M രാധാകൃഷ്ണൻ, PM ഈശ്വരൻ എന്നിവരാണ് BJP ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മിസോറം ഗവർണറായ കുമ്മനം രാജശേഖരനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നതായിരുന്നു സംഘത്തിന്റെ പ്രധാന ആവശ്യം. കുമ്മനത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് നേതാവ് PC തോമസും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കോട്ടയം സീറ്റിൽ PC തോമസ് മത്സരിക്കുമെന്നാണ് സൂചന. നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1.5 ലക്ഷത്തിലധികം വോട്ട് അധികമായി നേടാൻ ശ്രമിക്കാനും അമിത്ഷാ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം അടക്കം 1/2 ഡസൻ സീറ്റിൽ അരയും തലയും മുറുക്കി മത്സരത്തിനിറങ്ങാൻ BJPക്ക് RSSന്റെ നിർദ്ദേശം. ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കേണ്ട പേരുകളും RSS BJP നേതൃത്വത്തിന് നൽകി. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ഈ 5 മണ്ഡലങ്ങളിൽ BJPക്ക് ജയസാധ്യത ഏറെയാണെന്നാണ് RSS വിലയിരുത്തൽ. ആറ്റിങ്ങലിലോ കൊല്ലത്തോ BDJS മത്സരിക്കണം. RSSന്റെ ഈ വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ BJP നേതൃത്വം ചർച്ച ചെയ്തത്. ജയസാധ്യത വിലയിരുത്തുക മാത്രമല്ല RSSന്റെ ശുപാർശയിലുള്ളത്. ഈ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെയും നിർദ്ദേശിച്ചായിട്ടാണ് സൂചന. തിരുവനന്തപുരത്തേക്ക് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ പേരാണ് RSSന്റെ മനസ്സിലുള്ളത്. കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BJPയിലെ ഭൂരിപക്ഷം നേതാക്കൾക്കും താൽപ്പര്യമുണ്ട്. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഗവർണറായി പോകേണ്ടി വന്ന കുമ്മനം ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. RSS നിർബന്ധിച്ചാൽ കുമ്മനം മത്സരത്തിനിറങ്ങുമെന്ന് തന്നെയാണ് സൂചന. പത്തനംതിട്ടയിലേക്ക് RSS കണ്ടുവച്ചിരിക്കുന്നത് പന്തളം രാജകുടുംബത്തിൽ നിന്നുമുള്ള ശശികുമാര വർമ്മയാണ്. NSSന്റെയും കൂടി ആഗ്രഹം കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം. പത്തനംതിട്ട സീറ്റിൽ കണ്ണുവച്ച സീറ്റ് മൂവുകൾക്ക് പക്ഷേ ഇത് ദഹിച്ചിട്ടില്ല. തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ മത്സരിക്കണമെന്ന ആഗ്രഹം സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കുണ്ടെന്നാണ് BJP നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിനും പത്തനംതിട്ടയിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട്. തൃശൂരിൽ K സുരേന്ദ്രനാണ് RSS സാധ്യത കൽപ്പിക്കുന്നത്. എന്നാൽ തൃശൂർ സീറ്റിനായി BJPയിൽ കടുത്ത വടംവലി നടക്കുകയാണ്. കാസർഗോഡ് മത്സരിക്കാൻ PK കൃഷ്ണദാസോ ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്തോ ആണ് നല്ലതെന്നാണ് നിർദ്ദേശം. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം. തുഷാർ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് NDAക്ക് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല ദോഷമാകുമെന്നാണ് RSSന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ചർച്ചകൾ സജീവമാണെങ്കിലും ഡൽഹി ചർച്ച കൂടി കഴിഞ്ഞ് മാർച്ച് ആദ്യവാരത്തോടെ മാത്രമേ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങൂ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരത്തേക്ക് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ പേരാണ് RSSന്റെ മനസ്സിലുള്ളത്. കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BJPയിലെ ഭൂരിപക്ഷ നേതാക്കൾക്കും താൽപര്യവുമുണ്ട്. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഗവർണറായി പോകേണ്ടി വന്ന കുമ്മനം ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. RSS നിർബന്ധിച്ചാൽ കുമ്മനം മത്സരത്തിനിറങ്ങുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് അജണ്ടയിൽ ഉയരുന്ന ചോദ്യവും ഇതുതന്നെയാണ്. തിരിച്ചുവരുമോ കുമ്മനം? ഒടുവിൽ സ്ഥാനാർത്ഥി മോഹം തുറന്നു പറഞ്ഞ് കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദീഖ്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് സിദ്ദീഖ് ന്യൂസ് 18നോട് പറഞ്ഞു. മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് T സിദ്ദീഖ് ആദ്യമായി തുറന്നു സമ്മതിച്ചു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. DCC പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ട് ഏറ്റവും നന്നായി ഞങ്ങളെല്ലാവരും കൂട്ടായി വർക്ക് ചെയ്തു പോവുകയാണ്. പാർട്ടി നേതൃത്വം മത്സരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം പറഞ്ഞാൽ സ്വാഭാവികമായി അതിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. വയനാട്ടിൽ വരത്തൻ വേണ്ടെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ: യൂത്ത് കോൺഗ്രസ് എല്ലാ സന്ദർഭത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി പാർട്ടി അതിൽ സുചിന്തിതമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും. ആ നിലപാട് ജനത്തിനും അതുപോലെ UDFനും പാർട്ടിക്കും ഏറെ ഗുണപരമായിട്ടുള്ള തീരുമാനം പാർട്ടി തലത്തിൽ എടുക്കും എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണമായ പ്രതീക്ഷയുണ്ട്. UDFന് ജയസാധ്യതയേറെയുള്ള വയനാട് സീറ്റിനായി സിദ്ദീഖ് അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു. സ്ഥാനാർത്ഥി മോഹം തുറന്നു പറയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. സിദ്ദീഖിന് വയനാട് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാർ മുകുൾ വാസനിക്കിന് കത്ത് നൽകിയിരുന്നു. വയനാട്ടിലേക്ക് MM ഹസൻ, KC വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളും കേൾക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് വരത്തന്മാർ വയനാട്ടിലേക്ക് വേണ്ടെന്ന പ്രമേയം പാസാക്കിയത്. S വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.
മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പോസ്റ്റർ പതിച്ചതിന് അറസ്റ്റിലായ മുഹമ്മദ് റിൻഷാദിനെ കേസിൽ കുടുക്കിയതാണെന്ന് കുടുംബം. രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ട തെറ്റ് റിൻഷാദ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല. കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നുവെന്നും ബന്ധുവായ ജലാലുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. കുടുംബത്തിലെ ഏക ആന്തരിയാണ് മുഹമ്മദ് റിൻഷാദ്. പഠിക്കാൻ മിടുക്കൻ. ഉമ്മയുടെയും സഹോദരിയുടെയും ഏക പ്രതീക്ഷ. ബാപ്പ ബഷീർ വൃക്കരോഗത്തെ തുടർന്ന് മരിച്ചത് മാസങ്ങൾക്ക് മുൻപ്. ഇത്തരത്തിലൊരു കേസ് എങ്ങനെ വന്നുവെന്ന് അറിയില്ലെന്ന് കുടുംബാംഗമായ ജലാലുദ്ദീൻ പറയുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് ആരോ നടത്തിയ ആസൂത്രണ നീക്കത്തിന്റെ ഫലമാണെന്നും സംശയിക്കുന്നു. ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയിൽ പല സംഘടനകളുള്ള കുട്ടികളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഈ സംഘടനകൾക്കൊക്കെ അവരുടെ കുട്ടികൾ ഇത്തരം ഒരു കൂട്ടായ്മയിൽ പോകുന്നത് ഒരു സംഘടനക്കും താല്പര്യം ഉണ്ടാവില്ല. മലപ്പുറം ജില്ലയിൽ ടാർഗറ്റ് ചെയ്യുകയും പ്രത്യേകിച്ച് റിൻഷാദിൻ്റെ പേര് മുസ്ലിമായി പോവുകയും ചെയ്താൽ ഇനി എന്ത് തിരക്കഥ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മലപ്പുറത്തിനെ ഒരു തീവ്രവാദ മേഖലയാക്കാനും അതിൽ ഇത്രയധികം കേസുകൾ രാജ്യദ്രോഹ കുറ്റം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ആരുടെയോ അജണ്ട. ഞാൻ ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തിയിട്ട് ഈ സമയത്ത് പറയുന്നില്ല. പോലീസ് റിൻഷാദിനെ കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് മാത്രം. അഥവാ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരെ അറിയിക്കുകയോ ഇനിയും കേസിനാണ് കൊണ്ടുപോകുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. അവനുമായി സംസാരിച്ചു. അവരെ ജീപ്പ് കയറ്റി കൊണ്ടുപോയി. ഞാനും ഇത് അവരെ വാപ്പാൻ്റെ കസിനാണ്. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ രാവിലെ മുതൽ ആ സമയം മുതൽ വൈകുന്നേരം 7:30 വരെ 8 മണി വരെ ഞങ്ങൾ സ്റ്റേഷൻ്റെ പരിസരത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. കൃത്യമായി ആരും ഞങ്ങൾക്ക് മുഖം തന്നില്ല. അതാണ് വല്ലാത്തൊരു സംഗതി. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 124A ചുമത്തിയതെന്ന് ആവർത്തിക്കുകയാണ് പോലീസ്. റിൻഷാദിന്റെ മൊബൈലും ലാപ്ടോപ്പും പരിശോധിച്ചു. തീവ്ര ഇടത് ആശയക്കാരുമായി റിൻഷാദിന് ബന്ധമുണ്ടെന്ന് വ്യക്തമാണെന്നും പോലീസ് വിശദീകരിക്കുന്നു. പോസ്റ്റർ പതിക്കാൻ സഹായിച്ചു എന്നതാണ് മുഹമ്മദ് ഫാരിസിന് മേലുള്ള കുറ്റം. തിങ്കളാഴ്ചയാണ് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുക. CB അനുമോദ്, ന്യൂസ് 18, മലപ്പുറം. ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരുന്ന വെനസ്വേലയിൽ സർക്കാരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമായി. വെനസ്വേല ബ്രസീൽ അതിർത്തിയിൽ സമരക്കാരും പോലീസുമായുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെനസ്വേലയിലേക്ക് വിദേശ രാഷ്ട്രങ്ങൾ സഹായമെത്തിക്കുന്നത് അയൽരാജ്യമായ ബ്രസീലിന്റെയും കൊളംബിയയുടെയും അതിർത്തി വഴിയാണ്. സർക്കാരിനെതിരെ സമരം നടത്തുന്നവരെ സഹായിക്കുന്നുവെന്ന് കാട്ടി പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോ കഴിഞ്ഞ ദിവസം ബ്രസീലുമായുള്ള അതിർത്തി അടയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിർത്തി അടയ്ക്കാനെത്തിയ പോലീസും ഇതിനെ എതിർക്കാനെത്തിയ പ്രതിഷേധക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ദമ്പതിമാരാണ് പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുഡാനിൽ പ്രസിഡന്റ് ഒമർ അൽ ബാഷിർ 1 വർഷത്തേക്ക് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സുഡാനിൽ ശക്തമായ പ്രതിഷേധം നടക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതോടെ പ്രവിശ്യ ഗവർണർമാരുടെ അധികാരം നഷ്ടമായി. തനിക്ക് 1 തവണ കൂടി പ്രസിഡന്റായി തുടരുന്നതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ മതിയെന്നും ഒമർ അൽ ബാഷിർ പാർലമെന്റ് അംഗങ്ങളോട് നിർദ്ദേശിച്ചു. ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ പുകശല്യം രൂക്ഷം. വൈറ്റില, കടവന്ത്ര, മരട് ഭാഗങ്ങളിൽ പുക വ്യാപിച്ചു. ആളുകൾക്ക് കണ്ണെരിച്ചിലും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, പ്രധാനമായും എവിടെയൊക്കെയാണ് ഈ പുക വ്യാപിച്ചത്? എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്? ദിവ്യ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന് മാലിന്യങ്ങൾക്ക് തീ പിടിച്ചത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇതിൽക്ക് വലിയ ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല. അതായത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരത്തിൽ പലയിടത്തേക്കും, അതായത് നഗരത്തിന് വളരെ അകലെയാണ് ബ്രഹ്മപുരം പ്ലാന്റ് എങ്കിലും കാറ്റും മറ്റും മൂലം ഇത് പുക നഗരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആയിട്ടുള്ളത്. ഇത് ബ്രഹ്മപുരം പ്ലാന്റിനെ കുറച്ചുകൂടി സമീപ പ്രദേശങ്ങളായ തൃപ്പൂണിത്തുറ, അതോടൊപ്പം തന്നെ കടവന്ത്ര, വൈറ്റില തുടങ്ങിയ മേഖലകളിലാണ് കൂടുതലായി ഒരു പുകശല്യം അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം കത്തിയെരിഞ്ഞത് കൊണ്ട് തന്നെ ആളുകൾക്ക് കണ്ണെരിച്ചിൽ മൂലം അത്തരം അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നുണ്ട്. അത് ഇന്നലെ മുതൽ തന്നെ ഇത്തരം അസ്വസ്ഥതകൾ ഇതിന്റെ സമീപ പ്രദേശങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അത് ഒരു ദിവസം കൂടി ഈ ഒരു പുക അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇതൊരു രൂക്ഷമായി മാറിയിരിക്കുകയാണ്. കുറച്ചുകൂടി സമയം കഴിയുന്നതോടുകൂടി അത് ഒഴിവാകുമെന്നാണ് ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ ഡോക്ടർമാർ നൽകുന്ന ഒരു വിശദീകരണം. അന്തരീക്ഷത്തിൽ ഇപ്പോൾ പുക
പൊങ്ങാനുള്ള ഒരു സാഹചര്യം കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രം ഇത് ഒഴിവാകൂ എന്നതാണ് പറയുന്നത്. എന്തായാലും തീ അണയ്ക്കാൻ പൂർണ്ണമായി തന്നെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഫോം അടക്കമുള്ള കാര്യങ്ങൾ പമ്പ് ചെയ്തുകൊണ്ട് അത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെ തുടരുകയാണ് ഇപ്പോഴും. ദിവ്യ. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സാമൂഹിക സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ. വീടുകളുടെ കൂടിയ തറ വിസ്തീർണം ഇനി പെൻഷൻ അയോഗ്യതയാകില്ല. EPF പെൻഷൻകാരുടെ അർഹതാ മാനദണ്ഡത്തിലും ഇളവ് വരുത്തി. സംസ്ഥാനത്ത് 45.19 ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും 6.5 ലക്ഷം പേർക്ക് സർക്കാർ ധനസഹായം ഉപയോഗിച്ചുള്ള ക്ഷേമനിധി പെൻഷനും ലഭിക്കുന്നുണ്ട്. കൂടാതെ ചില ക്ഷേമനിധി ബോർഡുകൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്നു. അർഹരായ ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ ഉറപ്പാക്കാനാണ് നേരത്തെ മാനദണ്ഡങ്ങൾ കർശനമാക്കിയത്. 1200 ചതുരശ്ര അടിയിൽ കൂടുതൽ തറ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്നായിരുന്നു പ്രധാന നിബന്ധന. എന്നാൽ പുതിയ ഉത്തരവിൽ ഇത് ഒഴിവാക്കി. പുതിയ അപേക്ഷകരിൽ EPF പെൻഷൻ ലഭിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ 600 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നായിരുന്നു മറ്റൊരു പ്രധാന ഭേദഗതി. ഇതിൽ ഇളവ് വരുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രതിമാസം 2000 രൂപ വരെ EPF പെൻഷൻ ലഭിക്കുന്നവർക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ക്ഷേമ പെൻഷൻ നൽകും. 2000 രൂപയ്ക്ക് മുകളിൽ EPF പെൻഷൻ ലഭിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നിരക്കിൽ മാത്രമേ പെൻഷന് അർഹതയുണ്ടാകൂ. പെൻഷൻ വാങ്ങുന്നവരുടെ രേഖകൾ വ്യക്തമായി പരിശോധിച്ച ശേഷമേ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂവെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അർബുദമടക്കമുള്ള മാരക രോഗങ്ങൾ മൂലം ഒരു കുടുംബം നരകയാതനയിൽ. കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം സ്വദേശി സനലും കുടുംബവുമാണ് രോഗങ്ങൾ മൂലം വലയുന്നത്. വാടക വീട്ടിൽ ദുരിത ജീവിതം നയിക്കുന്ന ഇവർ സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഭാര്യയും 2 മക്കളും അമ്മയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സനൽ. സനൽ ക്യാൻസർ രോഗബാധിതനാണെന്ന വിവരം ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് തകർത്തത്. മൂത്ത കുട്ടിക്ക് അസ്ഥി പൊടിയുന്ന രോഗമാണ്. ഭാര്യ ഷൈലയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് സനലിനെ രോഗം പിടികൂടിയത്. ഇതോടെ വേദന കടിച്ചമർത്തി ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ഓടി നടക്കുകയാണ് ഷൈല. 2 പിള്ളേരിൽ മൂത്തവനും വയ്യ, കെട്ടിയവന് പിയ്യാടെയായിരുന്നത്. വൻകുടലിലും ചെറുകുടലിലും കരളിലും പാൻക്രിയാസിലും മൊത്തം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു. എനിക്കാണെങ്കിൽ വയറ്റിൽ മുഴയാണ്. ഇനിയും ഒരു ഓപ്പറേഷൻ കൂടെ വേണം, യൂട്രസ് എടുത്ത് കളയാൻ. അമ്മയും ക്യാൻസർ രോഗബാധിതയാണ്. സനലിന്റെ സഹോദരന്റെ കുടുംബത്തെയും രോഗങ്ങൾ വേട്ടയാടുന്നു. ഇദ്ദേഹത്തിന്റെ മൂത്ത കുട്ടി ക്യാൻസർ ബാധിച്ചു മരിച്ചു. 3ാമത്തെ കുട്ടിയുടെ കരളിനെയും ക്യാൻസർ പിടികൂടി. മാതാവ് കരൾ പകുത്തു നൽകിയാണ് ജീവൻ നിലനിർത്തിയത്. സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങളെ 3 പേരെ കൊണ്ടു നടക്കുന്നത് പലരുടെയും സഹായത്താലാണ്. സ്വന്തമായി വീടുമില്ല, ജീവിതം ആകെ പ്രതിസന്ധി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. മാരകരോഗങ്ങൾ ബാധിച്ചതോടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുണയുള്ളവരുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 കാഞ്ഞിരപ്പള്ളി. കശ്മീർ ഭീകരാക്രമണത്തിൽ മൃതിയടഞ്ഞ ധീരജവാന്മാർക്ക് മലയാളത്തിന്റെയും ന്യൂസ് 18ന്റെയും ആദരം. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ചടങ്ങ്. ചടങ്ങിൽ സൈനിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും.